നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യം ഞാൻ വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യം. മൂന്നാമത് അവനോട്, യോഹന്നാൻ്റെ മകനായ ശിമോനേ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കുകയിൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്നവനോട് പറഞ്ഞു. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്കുക. യേശു അവനോട്, എൻ്റെ ആടുകളെ മേയ്ക്കുക. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, അടിയൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. കഴിവുകാരായിട്ടുള്ള മക്കളെ വാഴ്ത്തണമേ, കൃപയിൽ പൊതിയണമേ. അവിടുത്തെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച്, വിവിധങ്ങളായ പ്രത്യക്ഷമായ രീതികളെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ആഴമേറിയ ഭാവബോധം ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ. സമാധാനത്തിന് മുഖാന്തരം ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ. ഈ ആരാധന ഒരു അനുഗ്രഹത്തിൻ്റെ ആരാധനയായി മാറുവാൻ, സമാധാനത്തിൻ്റെ ആരാധനയായി മാറുവാൻ ഞങ്ങളെ ഒരുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെയും ആമേൻ. നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇപ്പോൾ വായിച്ചു കേട്ട ഭാഗം. കർത്താവിൻ്റെ ഉയർത്തുനിൽപ്പ്, കർത്താവിൻ്റെ പ്രത്യക്ഷത, അത് ഈ ദിവസങ്ങളിലൊക്കെ, ഈ ഞായറാഴ്ചകളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ. ഉയർത്തുനിൽപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് പല രീതിയിൽ യേശു പ്രത്യക്ഷമായതൊക്കെ കഴിഞ്ഞ ഞായറാഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ശിഷ്യന്മാരോട് യേശു നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് മീൻ പിടിക്കാനായിട്ട് പോയി നിരാശയിൽ വലയും ബോട്ടും സ്വീകരിച്ച് മീൻ പിടിക്കാതായിട്ട് പോയ ശിഷ്യന്മാരുടെ ഇടയിലേക്ക് യേശു വന്നിട്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. കഴിഞ്ഞ 2 ഞായറാഴ്ചകളിൽ ആ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, ശിഷ്യന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. യേശു വന്നപ്പോൾ തോമസ് അവിടെ ഉണ്ടായിരുന്നില്ല. തോമസ് അവനോട്, ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കണ്ടത് ശരിയാണെങ്കിൽ ഞാൻ അവൻ്റെ ആണിപ്പഴുതിലും വിലാപ്പുറത്തും കൈയിട്ടല്ലാതെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചത്, പഴയ തൊഴിലിലേക്ക് പോയി മീൻ പിടിച്ചു, ഒന്നും കിട്ടിയില്ല. നിരാശയുടെ നടുവിൽ നിൽക്കുന്ന ഒരു കൂട്ടം ശിഷ്യന്മാർ. അവരുടെ ഇടയിലേക്ക് യേശു വന്നു. പടകിൻ്റെ ആ കടലിൻ്റെ ഇന്ന ഭാഗത്ത് വലമേശുവാനായിട്ട് പറഞ്ഞു. പെരുത്ത മുൻകൂട്ടം കിട്ടി. യേശു പ്രാതൽ കഴിപ്പാനായിട്ട് അവരുടെ കൂടെ ഇരുന്നു. ആ വിഷയങ്ങളൊക്കെയാണ് കഴിഞ്ഞ ഞായറാഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. ഇന്ന് ചിന്തിക്കുന്നതായിട്ടുള്ള ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 മുതൽ ഉള്ള കഴിഞ്ഞ വാക്യമാണ് ഇന്ന് നമ്മൾ ഏവൻഗേലിയോനായി വായിച്ചു കേട്ടത്. അതിൻ്റെ തുടക്കം തന്നെ ഇങ്ങനെയാണ്: അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച യേശു ശിഷ്യന്മാരോടൊപ്പം പ്രാതൽ കഴിച്ച ഭാഗമാണ് ചിന്തിച്ചത്. ആ പ്രാതൽ കഴിച്ച ശേഷം അതിൻ്റെ തുടർച്ചയാണ്, കഴിഞ്ഞ ഞായറാഴ്ചയുടെ തുടർച്ചയാണ്. പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. 2 പ്രധാന കാര്യങ്ങൾ നാം ഓർക്കണം. വിശുദ്ധ മർക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിൽ ശിഷ്യന്മാരെ യേശു വിളിക്കുകയാണ്, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ ആക്കും. എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ബോട്ടിനും മീനിനും പ്രാധാന്യം കൊടുത്തതായിട്ടുള്ള ഒരു കൂട്ടം ശിഷ്യന്മാരുടെ നോക്കിക്കൊണ്ടാണ് യേശു പറയുന്നത്, എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നത്. അവർ വലയും മീനും ബോട്ടുമെല്ലാം ഉപേക്ഷിച്ച്
കർത്താവിൻ്റെ ശിഷ്യഗണത്തിലേക്ക് പ്രവേശിച്ചു. നമുക്കറിയാം യേശു എന്തിനു വേണ്ടിയാണ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും അവൻ 12 പേരെ നിയമിച്ചു. കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഭൂരിപക്ഷം ആളുകളും മുക്കുവന്മാരായിരുന്നു, ചന്തസ്ഥലത്ത് നിന്ന് പിടിക്കപ്പെട്ടവർ. അങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ നിന്നാണ് അവൻ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. വലയും ബോട്ടുമെല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിറകെ ഇറങ്ങിപ്പുറപ്പെടുന്നതായിട്ടുള്ള ശിഷ്യന്മാർ. മാൻ വാസ് ദെയർ സെക്കൻഡറി. അവർ പ്രൈമറി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് വലയ്ക്കും ബോട്ടിനും മീനിനുമാണ്. മനുഷ്യത്വം എന്ന് പറയുന്നത്, മനുഷ്യജീവൻ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ 2ാം പത്തിയായിരുന്നു. എന്നാൽ എല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിറകെ ഇറങ്ങി പുറപ്പെടുന്നതായിട്ടുള്ള ശിഷ്യഗണത്തെയാണിത് മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ഒരു ചിത്രകാരനെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു ബ്രഷിൻ്റെ പടം വരച്ചതായിട്ടുള്ള ഒരു ചിത്രകാരൻ ഒരു കരിക്കട്ട കൊണ്ട് രൂപപ്പെടുന്നതായിട്ടുള്ള ചിത്രം, ആ ചിത്രകാരനോട് പറയുകയാണ്, വീടിൻ്റെ അടുക്കളയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ടതായിട്ടുള്ള കരിക്കട്ട ഒരു ചിത്രമായി രൂപപ്പെടുമ്പോൾ ആ ചിത്രകാരൻ്റെ മനസ്സിൽ മുഴുവൻ ആ ബ്രഷിൻ്റെ പടമായിരുന്നു. അദ്ദേഹം അസ്വസ്ഥനായി വീടിൻ്റെ ചുറ്റും നടക്കുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം പുരയ്ക്കകത്തേക്ക് പ്രവേശിച്ച് അവിടെ കിടന്ന ആ ഒരു ബ്രഷ് കൊണ്ട് ആ വരച്ചതായിട്ടുള്ള പടത്തിൻ്റെ മറുപുറത്തുകൂടി മനോഹരമായ ഒരു ബ്രഷിൻ്റെ പടം വീണ്ടും വരച്ചു. എന്നിട്ട് ആ ബ്രഷ് ആ ചിത്രകാരനോട് പറയുകയാണ്, ഈ ബ്രഷിൻ്റെ പടം വരയ്ക്കുന്ന സമയത്ത് നിൻ്റെ മനസ്സിൽ ഞാൻ മാത്രമായിരുന്നു. എന്നാൽ ഉപയോഗശൂന്യമായ ഈ കരിക്കട്ട നിൻ്റെ കൈകളിൽ ഞാൻ വഴങ്ങിയത് കൊണ്ടാണ് എനിക്ക് മനോഹരമായ ഒരു പടം ഇവിടെ രൂപപ്പെടുത്തുവാനായിട്ട് സാധിച്ചത്. ഇന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കേണ്ടതായിട്ടുള്ള കാര്യം, ഉപയോഗമില്ലാത്തതായിട്ടുള്ള കേവലം ഒരു കരിക്കട്ടകളായിരുന്നു നമ്മൾ. എന്നാൽ യേശുക്രിസ്തു എന്ന ആ വലിയ ചിത്രകാരൻ്റെ കരങ്ങളിൽ നമ്മൾ അകപ്പെട്ടപ്പോഴാണ് ആ കരിക്കട്ടയ്ക്ക് രൂപം സംഭവിച്ചത്, ആ കരിക്കട്ടയ്ക്ക് അർത്ഥമുള്ളതായി തീർന്നത്. ഉപയോഗശൂന്യമായി എടുത്തു കളയപ്പെട്ട വെറും കരിക്കട്ടകളായിരുന്നു നമ്മൾ. എന്നാൽ ഒരു നല്ല ചിത്രകാരൻ്റെ കരങ്ങളിൽ അത് വഴങ്ങിയപ്പോൾ മനോഹരമായ ചിത്രങ്ങൾ രൂപപ്പെട്ടു. ഇന്ന് ലോകത്തിൽ മനോഹരമായ കലാരൂപങ്ങളായി ഞാനും നിങ്ങൾ നിലനിൽക്കുന്നത് ഒരു നല്ല ചിത്രകാരൻ്റെ കരങ്ങളിൽ നമ്മൾ അകപ്പെട്ടതുകൊണ്ടാണ്. ഉപയോഗശൂന്യമായിട്ടുള്ള കരിക്കട്ടകളായിരുന്നു. മനുഷ്യർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് നമ്മൾ വായിക്കുകയാണ്. ഞാനും നിങ്ങളും മനുഷ്യരാൽ തള്ളിക്കളയപ്പെട്ട ഉപയോഗശൂന്യമായ വെറും കല്ലുകളും കരിക്കട്ടുകളുമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു എന്ന നല്ല ചിത്രകാരൻ്റെ കരങ്ങളിൽ നമ്മൾ അകപ്പെട്ടപ്പോഴാണ് നമുക്ക് രൂപവും ഭാവവും മനോഹാരിതയും മഹത്വവും ലഭിച്ചത് എന്നുള്ളത് ഒരിക്കലും മറന്നു പോകരുത്. ശിഷ്യന്മാരിൽ 7 പേരോളം മുക്കുവന്മാരായിരുന്നു. പല തൊഴിലിൽ ഏർപ്പെട്ടതായിട്ടുള്ള ആളുകളായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ വിളി കേട്ട് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവർക്ക് ലോകത്തിൽ അഭിമാനം അവർക്ക് ലഭിച്ചു. എന്നാൽ കഴിഞ്ഞ 2 ഞായറാഴ്ചകളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവിടെ നഷ്ടപ്പെട്ടു പോയപ്പോൾ, യേശുക്രിസ്തുവിൻ്റെ പ്രസൻസ് നഷ്ടപ്പെട്ടപ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം സംഭവിച്ചപ്പോൾ അവർ നിരാശരായി മാറി. അവർ ധൈര്യം നഷ്ടപ്പെട്ട് പഴയ തൊഴിലിലേക്ക് പോവുകയാണ്. പത്രോസും കൂട്ടരും മീൻ പിടിക്കാനായിട്ട് പോകുന്നു. നമ്മളിത് വെള്ളിയാഴ്ച സദറാ പ്രാർത്ഥനയിൽ നമ്മൾ വായിക്കാറുണ്ട്. ചിലർ ഒറ്റ കൊടുക്കുന്നു, യൂദാ ഒറ്റ കൊടുക്കുന്നു, പത്രോസ് തള്ളി പറയുന്നു. ചിലർ പഴയ തൊഴിലിലേക്ക് പോകുന്നു, ചിലർ ഓടി വിളിക്കുന്നു, ചിലർ മുറിക്കകത്ത് കഥകടിച്ചിരിക്കുന്നു. എന്നാൽ മനുഷ്യൻ്റെ നിരാശയുടെയും വേദനകളുടെയും കഷ്ടപ്പാടുകളുടെയും നടുവിൽ നിസ്സഹായനായി നോക്കി നിൽക്കുന്ന ഒരു യേശുവിനെയല്ല, പിന്നെ അവരുടെ വേദനകളിലേക്ക് ഇറങ്ങി വരുന്ന, മനുഷ്യൻ്റെ നിരാശയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നത്. ഉയർത്തുന്നേറ്റ ക്രിസ്തുവിൻ്റെ മഹത്വം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വേദനകളിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. ഈ കേരളത്തിൽ തെക്കേയറ്റത്ത് ഇളമ്പലിൻ്റെ പ്രദേശത്ത് കൊല്ലം ജില്ലയിൽ
നമ്മൾ സുരക്ഷിതമായിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ നമ്മുടെ വീട്ടിൽ നിന്ന് പോയ ധാരാളം പട്ടാളക്കാർ അവർ രാജ്യം കാക്കുവാൻ വേണ്ടി മരണത്തോട് മല്ലടിക്കുകയാണ്. സമയത്ത് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ, അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതമായി ഉറങ്ങുവാൻ സമയമില്ലാതെ രാജ്യത്തിൻ്റെ സംരക്ഷകരായി അവർ വർക്ക് ചെയ്യുകയാണ്. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് പോകുന്ന അനേകം സോൾഡിയേഴ്സ്, അവരെ ഓർത്ത് അഭിമാനം കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, അടുത്ത നിമിഷം എന്താണ് നടക്കുന്നത്, ജീവൻ ലഭിക്കുമോ എന്നൊക്കെ ഓർത്ത് വിങ്ങിപ്പൊട്ടുന്ന അനേക ഭവനങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിർത്തിയിൽ സംഘർഷഭരിതമായ ഇത്. നമ്മൾ ഇടമ്പലിൻ്റെ പ്രദേശത്ത് നമുക്കിതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ സേഫ്റ്റി ആയിട്ട് നമ്മൾ ഇരിക്കുകയാണ്. എന്നാൽ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന, നമുക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് തോക്കുമായി സഞ്ചരിക്കുന്നതായിട്ടുള്ള, യുദ്ധം ചെയ്യുന്നതായിട്ടുള്ള ഒരു സമൂഹം നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിലുണ്ട്. അനേകം ആളുകൾ മരണപ്പെട്ടു. ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ടുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം കൂടി. മനുഷ്യൻ്റെ വേദനകളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു യേശുവിനെ കുറിച്ചാണല്ലോ ഞാൻ പറഞ്ഞത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇത് നിലനിൽക്കുകയാണ്. ഹമാസും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം, അനേകായിരം ആളുകൾ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു, നിരപരാധികളായ ആളുകൾ. സിറിയയുടെ പ്രദേശത്ത് നടക്കുന്ന കലാപം, അഫ്ഗാനിസ്ഥാനിൽ, ഇറാഖിൽ, ഉക്രൈനിൽ, റഷ്യയിൽ, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സംഘർഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു. നിരപരാധികളായ അനേകം ആളുകൾ ലോകത്തുനിന്ന് മാറ്റപ്പെടുകയാണ്. എന്നാൽ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ടുള്ള ദിവസം കൂടിയാണ് ആരാധനകൾ എന്നുള്ളത് ഓർക്കണം. നിരാശയിൽ ആണ്ടുപോയതായിട്ടുള്ള ശിഷ്യന്മാർ അവർ വല സ്വീകരിച്ച്, ബോട്ടിനെയും സ്വീകരിച്ച് മീൻ പിടിക്കാനായിട്ട് പോവുകയാണ്. പക്ഷെ അവർക്കൊന്നും എന്ത് ചെയ്തില്ല, ലഭിച്ചില്ല. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോട്ടെ. മയങ്ങുന്നവരെ, പകുതി മയക്കം ഉള്ളവരെ ഞാനൊരു 6-7 പ്രാവശ്യം നിങ്ങളെല്ലാവരെയും നോക്കി, എന്നാലും ആരും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് പകുതി മയങ്ങിയ ആളുകൾ ഇങ്ങോട്ട് നോക്കിയാട്ടെ. ഒരു പാട്ട് പാടാം. മഹത്വം രക്ഷക സ്തുതി നീനക്കെന്നും ചെറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിന സ്തുതിക്കും നിന്നെ ഞാൻ ആയുസേ നാളെല്ലാം നന്ദിയോടടി സ്തുതിക്കും നിന്നെ ഞാൻ ആയുസേ. എല്ലാവരും കൈ ഉയർത്തി ഒരു സ്തോത്രം പറഞ്ഞോട്ടെ. ആമേൻ. അപ്പോൾ ഒരു ചെറിയ കട്ടൻ ചായ കുടിച്ച പോലെ നമ്മുടെ മയക്കം ഒന്ന് പോയി കാണുമെന്നാണ് എൻ്റെ വിചാരം. ഇനിയിപ്പോൾ എഴുന്നേൽക്കുക, 5 മിനിറ്റ് കഴിയുമ്പോൾ എഴുന്നേൽക്കുക. അതുകൊണ്ട് പിന്നെ മയങ്ങിയാലും അവിടെ വീഴത്തേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അവർ പഴയ തൊഴിലിലേക്ക് പോയി. ചിലർ മുറിക്കകത്ത് കതകടച്ചിരുന്നു, ചിലർ ഓടി ഒളിച്ചിരുന്നു, ശത്രുക്കളെ ഭയന്ന് നിരാശരായിട്ട് തീർന്നു. എന്നാൽ അവരുടെ നിരാശയിലും വേദനയിലും നോക്കി നിൽക്കുന്ന യേശു അല്ല, ഉയർത്തുന്നേറ്റ ക്രിസ്തു അവരുടെ ഇടയിലേക്ക് ചെല്ലുകയാണ്. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. എമ്മൗസിലേക്ക് യാത്ര ചെയ്ത് ശിഷ്യന്മാരോടുകൂടെ ചേർന്ന് നടന്നു. അപ്പം നുറുക്കിയപ്പോൾ വന്ന അതിഥിയെ കണ്ടില്ല. അങ്ങനെ വിവിധങ്ങളായ പ്രത്യക്ഷതകളെക്കുറിച്ചാണ് നമുക്ക് ചിന്തിപ്പാൻ കഴിയുന്നത്. അപ്പോൾ ശീമോൻ പത്രോസിനെ യേശു പിടിച്ചു. ശീമോൻ പത്രോസിനോട് എന്തോ ചോദിച്ചേ? പറ, വേറെ പറഞ്ഞാട്ടെ. ശീമോൻ പത്രോസിനോട് എന്തോ ചോദിച്ചു? കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? അടുത്ത ആള് അവിടെ പറഞ്ഞാട്ടെ. യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവെന്ന് ചോദിച്ചു. കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. അങ്ങനെ എത്ര പ്രാവശ്യം ചോദിച്ചു? 3 പ്രാവശ്യം ചോദിച്ചു. മൂന്നാമതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. മൂന്നാമതും അവനോട് ചോദിക്കയിൽ പത്രോസ് ദുഃഖിച്ച് പറഞ്ഞു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. അപ്പോൾ യേശു ഒരു വലിയ ഉത്തരവാദിത്വം ശീമോൻ പത്രോസിന് നൽകി. എന്താണ്? ടു ഫീഡ് മൈ ഷീപ്പ്, എൻ്റെ കുഞ്ഞാടുകളെ. മനുഷ്യൻ്റെ നിരാശയിലും വേദനയിലും നോക്കി നിൽക്കുന്ന ഒരു യേശുവിനെയല്ല, മനുഷ്യൻ്റെ വേദനകളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു യേശുവിനെയാണ്. എളമ്പപ്പള്ളിയിൽ ആരാധിക്കുന്ന ഞാനും നിങ്ങളും ജീവിതത്തിൽ പിന്മാറിപ്പോകുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ടായിരുന്നു. എന്നാൽ എന്നെയും നിങ്ങളെയും യഥാസ്ഥാനപ്പെടുത്തി ഉയർത്തുന്നേറ്റ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, അല്ലയോ സഹോദര സഹോദരി,
മകളെ, മകനെ, യുവാവേ, യുവതിയെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഒരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി എന്നെ നിങ്ങളെയും ഏൽപ്പിക്കുകയാണ് എന്നുള്ള കാര്യം ഒരിക്കലും മറക്കരുത്. ഇൻ ദി ഹാൻഡ്സ് ഓഫ് ഗോഡ് എന്ന ഒരു ബുക്കിൽ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. പാവപ്പെട്ട വീട്ടിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടി. എന്നാൽ അവളുടെ അമ്മയോട് മറുതലിക്കുന്നതായിട്ടുള്ള സ്വഭാവമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവൾ കോളേജിൽ പഠിക്കുന്നതായിട്ടുള്ള കാലഘട്ടത്തിൽ അമ്മ പല വീടുകളിൽ നിന്നും പാത്രങ്ങൾ കഴുകിയും അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾ കൊണ്ടുവന്നുമൊക്കെ ആ മകളെ പഠിപ്പിച്ചു. അവളെ നല്ല ഉന്നതമായ ഡിഗ്രിയൊക്കെ സമ്പാദിക്കുവാൻ സാധിച്ചു. ഒരിക്കൽ എവിടെ നിന്നോ ദാനമായി ലഭിച്ചതായിട്ടുള്ള ഗിഫ്റ്റായിട്ട് ലഭിച്ച ഒരു സാരി അയയിൽ തൂക്കിയിട്ടു. അമ്മ അവിടെ ഇല്ലാത്ത സന്ദർഭത്തിൽ, അമ്മയുടെ അഭാവത്തിൽ, തൻ്റെ പ്രാക്ടിക്കൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള കത്രിക കൊണ്ട് അമ്മയുടെ സാരിയുടെ പൂവ് വെട്ടിയെടുത്തു. മറുതലിക്കുന്നതായിട്ടുള്ള പെൺകുട്ടിയാണെന്ന് ഞാൻ ഓർപ്പിച്ചുവല്ലോ. അവൾ അതിലാനന്ദം കണ്ടെത്തി. ആ അമ്മ ജോലി കഴിഞ്ഞ് ഭവനത്തിലേക്ക് വന്നപ്പോൾ തനിക്ക് ദാനമായി നൽകിയ ഗിഫ്റ്റായിട്ട് ലഭിച്ച സാരിയുടെ പൂക്കൾ ഇല്ലാത്തതായിട്ടുള്ള കണ്ടമായിട്ട് വെട്ടി നുറുക്കപ്പെട്ടതായിട്ടുള്ള ഒരു സാരിയാണ് ആ അമ്മയ്ക്ക് കാണുവാൻ സാധിച്ചത്. ആ അമ്മ തൻ്റെ കട്ടിലിൽ കിടന്നുകൊണ്ട് ഏങ്ങലടിച്ച് കരയാനായിട്ട് തുടങ്ങി. ആ മറുതലിക്കുന്ന മകളോട് ഒന്നും സംസാരിക്കാൻ താല്പര്യപ്പെട്ടില്ല. ആ അമ്മയുടെ ഏങ്ങലടിച്ച ശബ്ദം ഒരു വലിയ സംസാര ഭാഷയായിരുന്നു, ഒരു വലിയ കമ്മ്യൂണിക്കേഷനായിരുന്നു. ആ മകൾ, ഉന്നതമായ ബിരുദം സമ്പാദിക്കപ്പെട്ട മകൾ, ദൂരത്തു നിന്നുകൊണ്ട് ആ അമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, മമ്മി പ്ലീസ് ടേക്ക് മീ ബാക്ക്, മമ്മി പ്ലീസ് ടേക്ക് മീ ബാക്ക്. അമ്മ എന്നെ തിരികെ പ്രവേശിക്കണമേ, നിൻ്റെ സത്യത്തിലേക്കും നിൻ്റെ സ്നേഹത്തിലേക്കും എന്നെ തിരികെ പ്രവേശിപ്പിക്കണമേ. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആ പ്രത്യക്ഷതയെക്കുറിച്ച് ഈ നാളുകളിൽ ചിന്തിക്കുന്ന ഒരു സമയമാണ്. മറുതലിക്കുന്നതായിട്ടുള്ള ജീവിതാവസ്ഥയിൽ നമ്മുടെ വിളിയും നിയോഗവും അവഗണിച്ചുകൊണ്ട് ലോകത്തിൻ്റെ ഇമ്പപ്രകാരം ജീവിച്ചുമായ കുറവുകളെ ഓർക്കുന്ന ഈ സന്ദർഭം, പഴയ തൊഴിലിലേക്ക് പോയതായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ജീവിച്ചു പോയ ഒരു സാഹചര്യം, ഉപേക്ഷിച്ചതിനെ സ്വീകരിപ്പാനായിട്ട് ഒരുക്കപ്പെട്ട ശിഷ്യന്മാരെ പോലെ ഉപേക്ഷിച്ച് പോയതിനെ ആ ഒരു ജീവിതാനുഭവത്തിൽ ജീവിച്ച സാഹചര്യങ്ങളിൽ നമ്മൾ ഓരോ മെസ്സേജും കർത്താവെ എന്നെ തിരികെ പ്രവേശിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ അനുഭവമായി മാറണം. ഇലി വിസൽ എന്ന് പറയുന്ന ഒരു വലിയ സാഹിത്യകാരനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെയും ഇലി വിസലിനെ കുറിച്ച് പഠിക്കാറുണ്ട്. ഈ ഇലി വിസൽ എന്ന് പറയുന്ന ആ സാഹിത്യകാരൻ്റെ 6-ാമത്തെ വയസ്സിൽ ഹിറ്റ്ലറിൻ്റെ ഓസ്വിറ്റ്സ് ക്യാമ്പിൽ തൻ്റെ പിതാവിനെ തൂക്കിക്കൊല്ലുന്നത് ആ 6 വയസ്സുള്ള മകൻ കണ്ടു. ഈ ഓസ്വിറ്റ്സ് ക്യാമ്പ് മാർപ്പാപ്പ തിരുമേനി ചില വർഷങ്ങൾക്ക് മുമ്പ് സന്ദർശിച്ചു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമേനി ഓസ്വിറ്റ്സ് ക്യാമ്പ് സന്ദർശിച്ച ആ ചിത്രം മനോരമയിൽ വന്നത് എൻ്റെ കയ്യിലൊരു 6-7 പടം ഞാൻ വെട്ടിയെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത ദുഃഖവെള്ളിയാഴ്ച പ്രസംഗിക്കാൻ അവസരം ലഭിക്കുമെങ്കിൽ ആ സമയത്ത് ഞാൻ ഇത് പ്രസംഗിച്ചോളാം. ആ ഓസ്വിറ്റ്സ് ക്യാമ്പിൽ നൂറുകണക്കിന് നിരപരാധികളായ ആളുകളെ ഹിറ്റ്ലർ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി തൂക്കിക്കൊന്ന ഒരു സ്ഥലമാണ് ഓസ്വിറ്റ്സ് ക്യാമ്പ് എന്ന് പറയുന്നത്. വളരെ ഭീകരമായിട്ടുള്ള യുദ്ധമുറകൾ ആവിഷ്കരിച്ച, മനുഷ്യനെ കൊല്ലുവാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടതായിട്ടുള്ള ആ ക്യാമ്പാണ് ഓസ്വിറ്റ്സ് ക്യാമ്പ്. അതിനെക്കുറിച്ച് ഓസ്വിറ്റ്സ് എന്നുള്ള സിനിമകൾ തന്നെ ധാരാളം ഇറങ്ങിയിട്ടുണ്ട്. ആ ഓസ്വിറ്റ്സ് ക്യാമ്പിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമേനി അവിടെ ചെന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് ആ സ്മാരകത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആ ഇലി വിസൽ എന്ന് പറയുന്ന ആ സാഹിത്യകാരൻ ആ ചെറു ബാലനായിരിക്കുന്ന സമയത്ത് തൻ്റെ പിതാവിനെ നിർദാക്ഷിണ്യം തൂക്കിക്കൊല്ലുന്നത് ഇലി വിസൽ കണ്ടു. അദ്ദേഹം ചിന്തിച്ചു, ഈ ലോകത്തിൽ ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു നിരാശനായിട്ട് മാറി, ഒരു നിരീശ്വരവാദിയായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അദ്ദേഹം അനേക പുസ്തകങ്ങളൊക്കെ എഴുതി. 1986 നോബൽ സമ്മാനം ലഭിച്ച ഇലി വിസലിൻ്റെ പുസ്തകത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്. ആ ഇലി വിസൽ പിന്നെയും ആലോചിക്കാൻ തുടങ്ങി. അതിഭയങ്കരമായ കഷ്ടപ്പാടുകളുടെ നടുവിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഇലി വിസൽ ചിന്തിപ്പാനായിട്ട് തുടങ്ങി. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ ഡോൺ എന്ന് പറയുന്ന പുസ്തകം, വീണ്ടും പ്രഭാതം എന്ന് പറയുന്ന പുസ്തകം. ഈ അടുത്ത കാലത്താണ് ഇലി വിസൽ മരണപ്പെടുന്നത്.
വീണ്ടും പ്രഭാതം. പത്രോസിൻ്റെ ജീവിതത്തിൽ തള്ളിപ്പറഞ്ഞ പത്രോസ്, പഴയ തൊഴിലിലേക്ക് പോയതായിട്ടുള്ള പത്രോസ്, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്നുള്ള ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ലോകത്തിലേറ്റവും പ്രസിദ്ധനായ ഒരു ശിഷ്യഗണത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു, ഒരു അപ്പോസ്തലനായി മാറി. ഇന്ന് മാർപ്പാപ്പ തിരുമേനി ആ പത്രോസിൻ്റെ സിംഹാസനത്തിൽ അരൂഢനായിരിക്കുന്ന ഒരു സഭാ പിതാവാണ്. ഇപ്പോൾ പുതിയ മാർപ്പാപ്പയ്ക്ക് എടുത്തല്ലോ, 18-ാം തീയതിയാണ് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണമൊക്കെ നടക്കുന്നത്. ലോകം മുഴുവനുള്ള ക്രിസ്തീയ സമൂഹം, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ആനന്ദം കൊള്ളുന്ന ദിവസങ്ങളാണ് ഈ ദിവസങ്ങൾ. ആ പത്രോസിനെ ആ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു. എലി വിസൽ എഴുതിയ പുസ്തകം ദ ഡോൺ, വീണ്ടും പ്രഭാതം. അതിഭയങ്കരമായ കഷ്ടപ്പാടുകളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ ദൈവം പ്രവർത്തിക്കുന്നു. ഇളമ്പപ്പള്ളിയിൽ ആരാധിക്കുന്ന ദൈവജനമേ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു പുതിയ പ്രഭാതമായി ഇന്ന് തീരണം, വീണ്ടും പ്രഭാതമായി തീരണം. ഇരുളിൻ്റെയും നിരാശയുടെയും വേദനകളുടെയും മധ്യത്തിൽ ഒരു വീണ്ടും പ്രഭാതം ഉദിക്കുവാൻ സാധിക്കണം. ദ ഡോൺ, ഒരു ഡോൺ ഉദിക്കുന്ന ഒരു ദിവസമായി ഇന്നത്തെ ദിവസം തീരണം. ഉയർത്തുന്നേറ്റ കർത്താവ് നമ്മുടെ ഇടയിലേക്ക് വരികയാണ്. ഒരു അഡീഷണൽ റെസ്പോൺസിബിലിറ്റി തന്നെ നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. സൺഡേ സ്കൂൾ അധ്യാപകരെ, മാതാപിതാക്കളെ, യുവജന സംഘങ്ങളെ, സേവ്യ സംഘങ്ങളെ, ഇടവമിഷൻ അംഗങ്ങളെ, നമുക്കെല്ലാവർക്കും ഒരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുവാനായിട്ടുള്ള വലിയ ഉത്തരവാദിത്വം. അതുകൊണ്ട് ആ ഒരു വലിയ ഇരട്ടി അനുഗ്രഹം പ്രാപിച്ച് അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കപ്പെട്ട് പോകുവാൻ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുന്നു. അതിനായിട്ട് നമുക്ക് ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവവചനങ്ങളാൽ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം.